ഹലോ, ഹായ്. നമ്മളെ നല്ലൊരു പൂന്തോട്ടം നടാന്ന് തീരുമാനിച്ചേ നിങ്ങൾ. അപ്പൊ നിങ്ങൾ ആ പൂന്തോട്ടത്തിന് നല്ല സുഗന്ധങ്ങളായ പുഷ്പങ്ങളും നല്ല രസകരായ പുഷ്പങ്ങളും ഉണ്ട്. ആ പുഷ്പങ്ങളിലേക്ക് ഒരു കീടാണു വരാം. കീടാണു വന്നിട്ട് എന്താക്കുക, ആ പുഷ്പങ്ങളെ പതുക്കെ ആദ്യം ഒറ്റടിക്ക് നശിപ്പിക്കൂല. ചെറിയ പുഷ്പത്തിന്റെ മേലെ വന്ന് അതിനെന്താക്കും, പതുക്കെ പതുക്കെ നശിപ്പിക്കും. അപ്പൊ കീടാണുവിനെ എന്താക്കണം, നമ്മൾ പുറന്തള്ളണം. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കൃഷിയിടത്ത് നല്ല കർഷകന് നല്ല വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയിടത്ത് എന്താക്കും, അവിടെ കള്ളന്മാര് വന്നിട്ട് കക്കാതിരിക്കാൻ ഒരു പക്ഷെ ചില വലിയ വലിയ ഇതിലൊക്കെ എന്താക്കും, സെക്യൂരിറ്റികളെ നിയമിക്കും. എന്തിനാണ്? അപ്പുറത്തുള്ള കള്ളന്മാര് വരാതിരിക്കുക. എന്നതുപോലെ നമ്മളെ കുടുംബ ജീവിതത്തില്, നമ്മളെ സുഹൃത്ത് ബന്ധത്തില്, നമ്മളെ സഹോദരി ബന്ധത്തില് ചില കീടാണുക്കളായ ചില മനുഷ്യർ വന്നിട്ടുണ്ട്. അവര് വളരെ നല്ല പുഞ്ചിരിയോടായിരിക്കും വരല്. കാരണം അവരെ പുഞ്ചിരിയിൽ ഒരിക്കലും നമുക്ക് അവരെ മനസ്സിലാവില്ല. കാരണം എന്താ, ഒറിജിനലിനെ കവിച്ചു വെക്കുന്നതാണ് ഡൂബ്ലിയുടെ മുഖപ്പാടുകൾ, മുഖമൂടികൾ. അപ്പോ ഇത്തരക്കാരെ നമുക്ക് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. അത് ചില കുടുംബങ്ങളിലേക്ക് ഈ കീടാണുമായിട്ട് ചില മനുഷ്യർ വന്നെത്തിപ്പെടും. പരസ്പരം ഇല്ലാത്ത വിഷയങ്ങൾ പറയുക, പല അപ്പുറവും ഇപ്പുറവും ഇല്ലാത്ത പല കുറവുകൾ പറയുക ആ മനുഷ്യനെ പറ്റിയിട്ട്. അങ്ങനെ പരസ്പരം സ്നേഹിച്ച് നിൽക്കുന്ന ബന്ധങ്ങൾക്ക് എന്താക്കാണ്, ആ കീടാണു എന്ന ആ ജീവിന്റെ പകരം ചില മനുഷ്യർ വന്നിട്ട് എന്താക്കും, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നല്ല സന്തോഷകരമായ ജീവിതം ഉണ്ടാക്കുമ്പോൾ എന്താക്കും, അവർ അതിൽ സ്പാർക്ക് ചെയ്തിട്ട് അവർ പോകും. കാരണം എന്താണ്, സന്തോഷം എന്നുള്ളത് അത് ദൈവികതയിൽ നിന്ന് വരുന്നു. സന്തോഷമില്ലായ്മ, വെറും അസൂയ, പോര്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എന്താ, പൈശാചികത്തിന്. അപ്പൊ പൈശാചികം ഒരിക്കലും സന്തോഷകരമായി ജീവിക്കുന്നവരെ കാണുമ്പോൾ എന്താവില്ല, ഇഷ്ടപ്പെടില്ല. പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിക്കണ ആളുകളെ കാണുമ്പോൾ എന്താവില്ല, ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇഷ്ടപ്പെടാതെ വെക്കുമ്പോൾ എന്താവും, സ്വാഭാവിക